തിരുവനന്തപുരം എസ്വിറ്റി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ യമുന. ഡോക്ടറെ, അസിഡിറ്റി ഉള്ള ഒരാൾക്ക് വിശപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണോ? ഈ അസിഡിറ്റിയും വിശപ്പും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ട് രീതിയിലാണ്. പലപ്പോഴും അസിഡിറ്റി കൂടുമ്പോൾ നമുക്ക് വയറ്റിൽ ഒരു കത്തൽ, ഒരു എരിച്ചിൽ, ഒരു പുകച്ചിൽ അനുഭവപ്പെടും. ഇതിനെ ചിലർ വിശപ്പെന്ന് തന്നെ പറയാറുണ്ട്. അതായത് വയറ് കത്തുന്നു, എന്തെങ്കിലും കഴിച്ചാൽ. കാരണം പലപ്പോഴും ആഹാരം ചെന്ന് കഴിയുമ്പോൾ താൽക്കാലിക ഒരു ആശ്വാസം കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർ പറയുന്നത് വിശപ്പ് കൂടുന്നു എന്ന് പറയും. അതായത് വയറ്റിന്റെ എരിച്ചിലിനെ തന്നെ വിശപ്പ് എന്ന രീതിയിൽ പറയുന്നവരും ഉണ്ട്. എന്നാൽ ഈ അസിഡിറ്റി കൂടുകയും വയറ്റിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോൾ പലർക്കും ആഹാരം കഴിക്കാനൊരു മനസ്സില്ലായക, കുറച്ച് കഴിച്ചാലേ വയറ് നിറഞ്ഞു എന്ന് തോന്നുക, ഈ രണ്ടും അനുഭവപ്പെടാറുണ്ട്. അപ്പം ശരിക്കും വിശപ്പ് കൂടുകയല്ല ചെയ്യുന്നത്. അസിഡിറ്റി കാരണം വയറ്റിൽ കത്തൽ വരുമ്പോൾ ചിലർക്ക് അതൊരു വിശപ്പായി തോന്നുന്നു. ചില ആൾക്കാരിൽ ആഹാരം കഴിക്കുമ്പോൾ ആശ്വാസമുണ്ട്. എന്നാൽ മറ്റു ചില ആൾക്കാരിൽ നേരെ മറിച്ചാണ്. അല്പം ആഹാരം കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞു പോയി, നമുക്ക് ഇനി കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് 2 മണി, വളരെ കുറച്ചേ അവർ ആഹാരം കഴിക്കും. അപ്പോൾ കഴിച്ച് ഒരു 1-2 മണിക്കൂറിനകത്ത് വീണ്ടും ഒരു വിശപ്പ് വരുന്നു. അപ്പോഴും മുഴുവനായും കഴിക്കാൻ പറ്റുന്നില്ല. ഇത് സാധാരണ വയറ്റിനുള്ളിലെ അസിഡിറ്റി ഒത്തിരി കൂടി ഗ്യാസ്ട്രൈറ്റിസ് എന്നുള്ള അവസ്ഥയിലാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് കുറച്ചുനാൾ തുടർച്ചയായി മരുന്നുകൾ കഴിച്ച് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന ഒരവസ്ഥയെ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ട്. അത് മാറിക്കഴിയുമ്പോൾ വിശപ്പൊക്കെ തന്നെത്താനെ ശരിയായി വരും. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിനോദാണ് അടൂരിൽ നിന്നും. വിനോദ്, ചോദിച്ചോളൂ. ഡോക്ടറെ, എന്റെ വൈഫിന് വേണ്ടിയിട്ടായിരുന്നു. വൈഫിന്റെ കൊടുക്കാൻ ഞാൻ പോണേ. ഹലോ, പറയും ഡോക്ടർ. ആഹാരം കഴിച്ചു കഴിയുമ്പോഴേ, പുട്ട് ഇങ്ങനെയൊക്കെയുള്ള ആഹാരം കഴിച്ചു കഴിയുമ്പോഴേ ഒരു വെള്ളം കുടിക്കുക, ഇത് കഴിയുമ്പോൾ ഉടനെ എനിക്ക് ലൂസ് മോഷൻ ഉണ്ടാവുക. നല്ല വയറ്റുവേദനയായിരിക്കും. അത് വയറ്റുവേദന വരികയും നെഞ്ചരിച്ചിലും അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല, അതില്ല. ഇല്ല. അപ്പോൾ ചില പ്രത്യേക ആഹാരങ്ങളോട് മാത്രമാണ് ഇത് വരുന്നതെങ്കിൽ പലപ്പോഴും ചില ഫുഡ് ഇൻടോളറൻസസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ചില പർട്ടിക്കുലർ ഫുഡ് ഐറ്റംസ്, അത് ഓരോരുത്തർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലർക്കും പല പല ഫുഡ് ഐറ്റംസിനോടായിരിക്കാം ഒരു ഇൻടോളറൻസസ് ഉണ്ടാവുന്നത്. അപ്പോൾ ചില 1-2 ചെറിയ സാധനങ്ങൾക്ക് മാത്രമാണ് ഇത് വരുന്നതെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് തന്നെ പോകുന്നതാണ് പലപ്പോഴും നല്ലത്. എല്ലാ വ്യക്തികൾക്കും എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഒരേപോലെ ദഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഫുഡ് ഐറ്റംസ് ചെറിയ തോതിലും കൂടിയും കുറഞ്ഞ തോതിലും ഒക്കെ ആയിരിക്കും ദഹനം നടക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം പല പല നിത്യോപയോഗത്തിലുള്ള പല പല ആഹാര പദാർത്ഥങ്ങളിലും വരികയാണെങ്കിൽ ഇതിനുള്ള കാരണം തീർച്ചയായും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള കാരണം കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സമയം തെറ്റി ആഹാരം കഴിക്കലോ ചില മരുന്നുകളുടെ ഉപയോഗമോ ഒക്കെ ഇതിന് കാരണങ്ങളാകാം. ഇതൊന്നുമില്ല, നമുക്ക് മാറ്റാവുന്ന കാരണങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ ഉപദേശം തേടി എന്താണ് വയറ്റിലെ പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ശ്വാസം മുട്ടലിന്റെ അസുഖമുള്ള ഒരാളാണ്. 10-15 വർഷത്തോളം ആയി ഞാൻ മെഡിസിൻ കഴിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇൻഹേലറും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏത് മരുന്ന് കഴിച്ചാലും ഗ്യാസിന്റെ ഒരു പ്രോബ്ലമാണ്. ഞാൻ ഗ്യാസിന്റെ ടാബ്ലറ്റ് എന്നും രാവിലെയും രാത്രിയും കഴിച്ചില്ല എങ്കിൽ എനിക്കൊരു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിരിച്ചിലും വയറിനൊരു വേദനയും ഇങ്ങനെ പുളിച്ചത് കിട്ടുന്നത് പോലെയും ഒരു ഛർദി പോലെയും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ഈ ഗ്യാസിന്റെ മരുന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതെന്താണ് മാഡം? ആസ്മ അല്ലെങ്കിൽ ഈ ശ്വാസമുട്ടലിന്റെ രോഗങ്ങളുള്ളവരിൽ ആസിഡ് റിഫ്ലക്സിന്റെ പ്രശ്നം സാധാരണ വളരെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് പൊതുവെ അന്നനാളവും വയറും തമ്മിലുള്ള മസിൽസ് ലൂസായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരിൽ പലപ്പോഴും ഈ ആസിഡ് റിഫ്ലക്സും കൂടുതലായി കാണുന്നു. എന്നാൽ വർഷങ്ങളായി 2 നേരം മരുന്ന് കഴിക്കണം, മരുന്ന് നിർത്താൻ പറ്റുന്നില്ല എന്ന സ്ഥിതിവിശേഷമുള്ളവർക്ക് തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള പരിശോധന, അതോടൊപ്പം തന്നെ പലപ്പോഴും എൻഡോസ്കോപ്പി പോലത്തെ പരിശോധനകൾ ചെയ്ത് നോക്കേണ്ടി വരും. എന്താണ് ഈ പ്രശ്നം? ചില ആൾക്കാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ അന്നനാളവും വയറും തമ്മിലുള്ള മസിൽസ് വളരെ ലൂസായി ഹയറ്റസ് ഹെർണിയ എന്ന തരത്തിലുള്ള ഒരു ചെറിയ ഹെർണിയ പോലെ ആ നെഞ്ചും വയറും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഉണ്ടാകാറുണ്ട്. ഇത്തരക്കാരിലൊക്കെയാണ് ഇങ്ങനെ മരുന്ന് നിർത്താൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്ന് കൂടുതൽ പരിശോധനകൾ നടത്തി കണ്ടുപിടിച്ച് ആ കാരണത്തെ ചികിത്സിച്ച് മാറ്റിയാലേ മാഡത്തിന്റെ ഈ മരുന്നുകൾ ഇല്ലാതെ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയ്ക്ക് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഗ്യാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ പോയി ചികിത്സ തേടേണ്ട ആവശ്യമുണ്ട്. എന്ന് കണ്ടുപിടിച്ച് അതിൻ്റെതായ ചികിത്സകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നെഞ്ചരിച്ചിൽ പോലെയല്ല, വയറിനുള്ളിലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഡോക്ടറെ കണ്ട് പരിശോധിച്ച് പ്രശ്നമില്ലാത്ത തരത്തിലുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.